ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മീഡിയ ഇമ്പാക്ട് ഫോർ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ. അതിനുമുമ്പ് നമ്മൾ മീഡിയൻ്റെ ഇന്നത്തെ 21st സെഞ്ച്വറിയിൽ ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ പറയാത്തത് നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ മീഡിയ എന്നത് എന്തോരം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ നോക്കുന്നത് മൊബൈൽ ഫോണാണ്. അത് കഴിഞ്ഞാൽ ടിവിയുടെ മുന്നിലേക്ക് എത്തും. പിന്നെ പോണ വഴിക്കാണെങ്കിൽ വരുന്ന വഴിക്കാണെങ്കിൽ എല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ. അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡ്. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സിൽ മെയിൻലി വി ആർ കവറിംഗ് ദ ടോപ്പിക് കരിക്കുലം ഡെലിവറി, സ്റ്റുഡൻറ് മോട്ടിവേഷൻ, അസസ്മെൻറ്റ് ആൻഡ് കൊളാബറേഷൻ. ഈ 4 ഫീൽഡിൽ മീഡിയയുടെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ, കരിക്കുലം ഡെലിവറി. ഇതിൽ മെയിൻ ഇമ്പാക്ട് പറയേണ്ടത് നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് അർബൻ റൂറൽ എന്നത് വലിയൊരു വാസ്റ്റ് ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അർബനിലെ ആൾക്കാർക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസും റൂറലിൽ കിട്ടുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അല്ലെങ്കിൽ മീഡിയാസ് വന്നതോടുകൂടി ആ ഒരു ഡിഫറൻസ് ഒരുപാട് കുറഞ്ഞു. ഇപ്പോൾ ഏത് ഏരിയയിലെ ആൾക്കാർക്കും എന്ത് കണ്ടന്റിനെ കുറിച്ച് നമുക്ക് മീഡിയ ത്രൂ കിട്ടും. ഒരു ടോപ്പിക് നമ്മൾ യൂട്യൂബിലടിക്കാം, വേറെ നമ്മൾ ബ്ലോഗുകൾ വന്നു, ഒന്നും വേണ്ട, നമുക്ക് കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് വന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ബ്ലോഗ് ഇൻ ദ സെൻസ് ബ്ലോഗ് വന്നു. ഇതെല്ലാം ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഡൈവേഴ്സ് ലേണിംഗ് മീൻസ്, ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസിലാണ്. ചില ആൾക്കാർക്ക് കേട്ട് പഠിക്കാനായിരിക്കും, ചില ആൾക്കാർ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ക്ലാസ്സിൽ ഇരിക്കുന്ന 35 or around 40 സ്റ്റുഡൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ടാവും. അപ്പം നമുക്ക് എല്ലാവരുടെയും ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അവർക്ക് എന്ത് ചെയ്യാം, കേട്ട് പഠിക്കാൻ താല്പര്യം, ആ ടോപ്പിക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ഇന്ന് എല്ലാ ടോപ്പിക്കും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കേൾക്കുന്നത് ബൈജൂസ് ആപ്പ് പോലത്തെ സംഭവം. നമുക്ക് വീട്ടിലൊരു ട്യൂഷൻ പോകാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റൂറൽ ഏരിയയിൽ ഇരിക്കുന്ന കുട്ടിക്ക് ട്യൂഷൻ പോയി പഠിക്കാം, നല്ല ക്ലാസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ബൈജൂസ് ആപ്പ് പോലുണ്ട്. അതിൽ നമുക്ക് ഗെയിമിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ സബ്ജക്ട്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനൊരു മാത്സ് ടീച്ചറാണ്. മാത്സിനോട് കുട്ടികൾക്കൊരു ബേസ് ഉണ്ടാക്കാൻ നമുക്ക് ഗെയിമിലൂടെ കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കും. ആ ഗെയിമിഫിക്കേഷൻ ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ആക്സസിബിലിറ്റി ആണ്. ആക്സസിബിലിറ്റി ഇൻ ദ സെൻസ് റൂറൽ അർബൻ നമുക്ക് പറയാം. ഏത് നാട്ടിലിരിക്കുന്ന ആൾക്കാർക്കും എന്ത് ടോപ്പിക് വേണമെങ്കിൽ എവിടെ ഇരിക്കും നമുക്ക് ഏത് സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റുഡൻറ് മോട്ടിവേഷൻ. ആ സ്റ്റുഡൻറ് മോട്ടിവേഷൻ നമുക്ക് മെയിൻലി പറയുന്നതാണ് ഗെയിമിഫിക്കേഷൻ ഒക്കെ. അതിപ്പോൾ അസസ്മെൻറ്റ് ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്ലാസ് ടെസ്റ്റുകളല്ല ഇൻട്രസ്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അസസ്മെൻറ്റ് നടത്താൻ പറ്റും. അതിൻ്റെ ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടും. നമുക്ക് എത്ര മാർക്ക് ഉണ്ട്, ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഇനി എന്തെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ചെയ്യണം, ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഒരുപാട് ഉണ്ടാകും.